Good morning. Good morning, Miss. Good morning. കുറച്ച് ദിവസമല്ലേ നമ്മൾ കണ്ടിട്ട്? ഗുഡ് മോർണിംഗ് മിസ്. നോക്കിട്ടില്ല. എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയോ? ഗുഡ് മോർണിംഗ്. എങ്ങനെ കുറച്ച് ദിവസം കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? എന്ത് പറ്റി? പനിയായിരുന്നു. ഫീവർ ആയിരുന്നു. പിന്നെ അമ്മേനെയും അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണായിരുന്നു. രണ്ടുപേർക്കും വയ്യായിരുന്നു. ഒരാൾക്ക് വാതത്തിന്റെ പ്രശ്നം, പിന്നെ ഒരാൾക്ക് കണ്ണിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ പോണായിരുന്നു. അപ്പൊ അത് കാരണം 2-3 ദിവസത്തെ ക്ലാസ് അങ്ങനെ പോയി. ഓക്കെ മോളെ. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ കേട്ടോ. ഏതൊക്കെയാണ് സ്പെസിഫിക് പ്രോബ്ലംസ്? OPDയുടെ സ്പെസിഫിക് പ്രോബ്ലംസ് ഏതൊക്കെയാണ്? റോഷ്മി അജാസ് ഒന്ന് പറഞ്ഞേ. സ്പെസിഫിക് പ്രോബ്ലംസ് പറഞ്ഞോ. അസിസ്റ്റന്റ് നേഴ്സ് ഫയൽ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന മിസ്റ്റേക്കുകൾ, പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, പറഞ്ഞോ. പിന്നെ അവിടുത്തെ സ്റ്റാഫ് മോശമായി പെരുമാറുന്നത്, പിന്നെ അപ്പോയിൻമെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ അപ്പോയിൻമെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ അവിടെ തിരക്ക് അനുഭവപ്പെടുന്നു. പിന്നെ വരുന്നത് ഡോക്ടേഴ്സ് നല്ല രീതിയിൽ പരിശോധിക്കാതെ വരുമ്പോഴുള്ള, പിന്നെ പ്രൈവസി ഉണ്ടാവാത്തത്, പിന്നെ ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിങ് മനസ്സിലാകാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, പിന്നെ പോളിഫാർമസി അതിന് ഡിഫറെന്റ് ടൈപ്സ് മെഡിസിൻ കൊടുക്കുമ്പോൾ ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫിന് കൺഫ്യൂഷൻ വരുന്നത്. പിന്നെ വരുന്നത് ടോയ്ലറ്റ് ക്ലീൻ അല്ലാതെ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഡോക്ടേഴ്സ് ഇപ്പോൾ ഒരു മെഡിസിൻ നമുക്കിപ്പോൾ ഒരു രോഗം മാറിക്കഴിഞ്ഞാലും വീണ്ടും നിർത്താൻ പറയുന്നില്ല, മെഡിസിൻ നിർത്താൻ പറയാതെ വരുന്ന ഒരു അവസ്ഥ. പിന്നെ വരുന്നത് ട്രേഡ് നെയിം, പിന്നെ ജനറിക് അങ്ങനെ 2 തരം ഒരിതുണ്ട്. എന്ന് വെച്ചാൽ മെഡിസിൻ ഗവൺമെന്റ്, അതിന്റെ എക്സാമ്പിൾ വരുന്നതാണ് ട്രേഡിന്റെ ഇത് വരുന്നത്, ഗവൺമെന്റിന്റെ ഇതാണ് വരുന്നത്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള മറ്റേ ഈ ക്യൂവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്നത്. മെത്തേഡ് ടു സോൾവ്. ഏതൊക്കെ മെത്തേഡുകളാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഫാദി ആമി. സൈൻ ബോർഡ് ഉണ്ടാവുക, പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ, രോഗികളെ വെയിറ്റ് ചെയ്യിക്കാണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്യുക. പിന്നെ ഒന്നിൽ കൂടുതൽ ഫീ കളക്ഷൻ സെന്റർ ഉണ്ടാവുക. പിന്നെ ഡോക്ടറുടെ എണ്ണം മതിയായ രീതിയിൽ ഉണ്ടാവുക. പിന്നെ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവുക. പിന്നെ മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസിസ് ഫെസിലിറ്റി ഉണ്ടാവുക. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി, എന്റർടൈൻമെന്റ്, TV, മാഗസിൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഷേഴ്സ്, പോസ്റ്റേഴ്സ്, ലീഫ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവുക. പിന്നെ OP, പിന്നെ ജൂനിയർ ഡോക്ടേഴ്സിന്റെ
സ്ക്രീൻ ഉണ്ടാവുക. ആ. പിന്നെ ക്യൂയിങ് തിയറി, സയന്റിഫിക്, മാത്തമാറ്റിക്കൽ, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ക്യൂ സിസ്റ്റം വേണം. പിന്നെ മുൻപിൽ കിടക്കാണ്ട് ക്യൂവിൽ നിന്നിട്ട് മുൻപിൽ കിടക്കാണ്ടിരിക്കാനുള്ള സിസ്റ്റം വേണം. പിന്നെ പങ്ക്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പരാതികൾ പരിഗണിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വേണം. ഓക്കെ മോളെ, വെരി ഗുഡ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോണേണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഡൗട്ടുകളൊന്നുമില്ലല്ലോ ഇനി ഈ പോർഷൻസിൽ ഇത്ര വരെ എടുത്തതില്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം കേട്ടോ. ഇതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. OPD അസിസ്റ്റന്റിന്റെ ജോബ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ OPD-യിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ആ അസിസ്റ്റന്റിനെയാണ് പറയുന്നത് OPD അസിസ്റ്റന്റ് എന്നത്. എന്താണ്? OPD-യിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. ആ അസിസ്റ്റന്റിനെയാണ് നമ്മൾ OPD അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അയാളുടെ ജോബിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. അതെന്തായിരിക്കും? നിങ്ങൾക്ക് പറയാലോ. ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് എന്തായിരിക്കും? ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം? അറേഞ്ച്മെന്റ് ചെയ്യണം അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്, നെസസറി, ആവശ്യമുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെയും എന്ത് ചെയ്യണം? അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. Directing patient from one place to other place inside the hospital. ഇപ്പോ ചില രോഗികളൊക്കെ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇരിക്കുന്ന ആ റൂം അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ രോഗിനെയും കൊണ്ട് ആ ഡോക്ടറുടെ റൂം കാണിച്ചു കൊടുക്കണം. ചില രോഗികള് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടർ എവിടെയാണ് ഇരിക്കുന്നത്, മരുന്ന് വാങ്ങുന്ന സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. അപ്പൊ അവരെ എന്ത് ചെയ്യണം? അവരെ കൊണ്ടുപോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അതാണ് സെക്കൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ, സെക്കൻഡ് ജോബായിട്ട് പറയുന്നത്. പിന്നെ എന്താണ്? ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്സ്. ഇപ്പോ എന്താണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല വരുന്നത്, ബംഗാളികൾ, നമ്മുടെ നാട്ടിൽ എന്തോ കുറെ വേറെ ഭാഷയിലുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അപ്പൊ അവരൊക്കെ ബംഗാളികള്, എക്സാമ്പിൾ ആയിട്ട് പറയാം, ബംഗാളികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഭാഷ അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അവരുടേതായിട്ടുള്ള ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന സർവീസുകൾ, ഡോക്ടറുടെ പ്ലേസ് ഇവിടെയാണ്, റൂം ഇവിടെയാണ്, ഫാർമസി ഇവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് തേർഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നത്. 3 കാര്യങ്ങൾ കിട്ടിയില്ലേ? ഫസ്റ്റ് എന്താണ് പറയുന്നത്? അറേഞ്ച്മെന്റ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ? എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാ? എല്ലാ ഇൻസ്ട്രുമെന്റ്സും അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കാം. പിന്നെ എന്താണ്, ചില പേഷ്യൻസുകൾ എന്താണ് ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങൾ, ഡോക്ടർ ഇരിക്കുന്നത് എവിടെയാണ്, ഫാർമസി എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ എന്താണ്, നമ്മുടെ ആൾക്കാര് അല്ല, അതേ വേറെ ഭാഷയിലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയില് കാര്യങ്ങൾ, അവർ ചെയ്യുന്ന സർവീസുകളൊക്കെ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് 3ാമത്തെ കാര്യം. പിന്നെ എന്താണ് 4ാമത്തെ കാര്യം നോക്കാം. പാസിംഗ് കേസ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ്? അതർ ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് കേസ് ഷീറ്റുകൾ പാസ് ചെയ്യണം. അതും ഒരു ജോബാണ്. പിന്നെ എന്താണ്? എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ് ലൈക്ക് മെഡിസിൻസ്, ട്രീറ്റ്മെന്റ് ആൻഡ് റീസൺ ഫോർ വെയിറ്റിംഗ്. അപ്പോ എന്താണ് വെയിറ്റിംഗ് ഫോർ ടു ദ പേഷ്യൻസ്? എന്താണ്, ചിലപ്പോ പേഷ്യൻസുകൾ വന്ന് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോ ഡോക്ടറുടെ റൂമിൽ ഡോക്ടർ ഉണ്ടാവില്ല. അതാണ് റീസൺസ് ഫോർ വെയിറ്റിംഗ് പറയുന്നത്. ചിലപ്പോ റൗണ്ട്സിനൊക്കെ പോകല്ലോ ഡോക്ടേഴ്സ്. അപ്പൊ ചില സമയങ്ങളിലൊക്കെ വൈകാറുണ്ട്. അപ്പൊ വൈകണേന്റെ റീസൺസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്ത് മെഡിസിൻ ആണ് തന്നിരിക്കുന്നത്, എന്തിനെ കുറിച്ചുള്ള, എന്താണ് ട്രീറ്റ്മെന്റ്, അവർക്ക് നൽകുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാ? പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കണം. അതാണ് 5ാമത്തെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. എന്താണ്?
മെഡിസിൻ, എന്തൊക്കെ മെഡിസിൻ ആണ് തന്നിരിക്കുന്നത്, അതുപോലെ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് പേഷ്യൻസിന് ചെയ്യുന്നത്. പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോ കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടാവില്ല ഡോക്ടേഴ്സിന്റെ റൂമിലോട്ട്. അപ്പൊ എന്താണ് ചിലപ്പോ റൗണ്ട്സിനോ അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് വരാനായിട്ട് വൈകും. അപ്പൊ എന്താണ് വരാൻ വൈകുന്ന കാര്യം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ക്ലിയർ ആയോ അത്? അതാണ് ആ പോയിന്റിലൂടെ പറയുന്നത്. പിന്നെന്താണ് നെക്സ്റ്റ് പോയിന്റ് എന്താണ്? അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്സ്. അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസിസ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. അസിസ്റ്റ് ചെയ്യാൻ എന്താ മീനിങ് എന്തായിരിക്കും? സഹായം അല്ലെ? അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് അല്ലെങ്കിൽ സഹായം. എന്താണ്? ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതറിയാലോ, കസ്റ്റമറുടെ സംതൃപ്തി ഉറപ്പുവരുത്തണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പോയിന്റ്. ക്ലിയർ അല്ലേ? അപ്പോ OPD അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻസ്ട്രുമെന്റ്സ്, ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്യണം. പിന്നെ എന്താണ്? ഡോക്ടേഴ്സിന്റെ റൂം അറിയാത്തവർക്ക് അത് കാണിച്ചു കൊടുക്കാം. പിന്നെ വേറെ ഭാഷയിൽ വരുന്ന രോഗികൾക്കാണെങ്കിലൊക്കെ, ബംഗാളികൾ എക്സാമ്പിൾ ബംഗാളിയൊക്കെ ആണെങ്കിൽ അവരുടെ ഭാഷയിൽ അവിടെ കൊടുക്കുന്ന സർവീസിന്റെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താണ്? കേസ് ഷീറ്റുകൾ അതർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പാസ് ചെയ്യണം. പിന്നെന്താണ്? രോഗികൾക്ക് കൊടുക്കുന്ന മെഡിസിൻ ഏതൊക്കെയാണ്, അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്, പിന്നെ ഡോക്ടേഴ്സ് വരുന്നത് വൈകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങള് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അസിസ്റ്റ് ചെയ്യണം, സഹായിക്കണം. പിന്നെന്താണ്? എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണോ? ഈ അടിയിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഫോർ രജിസ്ട്രേഷൻ സിസ്റ്റം ഇല്ലേ, അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്താണെന്നാണ്. ഗസ്റ്റ് റിലേഷൻ ഓഫീസറെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഓൾസോ നോൺ ആസ്, ഇമ്പോർട്ടന്റ് ആണോ, ഓൾസോ നോൺ ആസ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. അപ്പൊ എന്താണ്? രണ്ട് പോയിന്റ് ആണ്, രണ്ട് പേരുകളിലൂടെയാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറെ പറയുന്നത്. ഏതൊക്കെയാണ്? ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്നും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നും പറയുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് പറയണോ? ജോബ് ഡിസ്ക്രിപ്ഷന്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം, കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി. ക്ലിയർ ആയോ ജോൺസി? ഓക്കെ. അപ്പൊ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് രണ്ട് പേരുകൾ കൂടി ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, ഏത് ചോദിച്ചാലും എഴുതണം കേട്ടോ. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്നും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റർഡ് എംപ്ലോയി who essentially greets. എന്താണ്? കസ്റ്റമർ സർവീസ് സെന്റർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കസ്റ്റമർ സർവീസ് സെന്റർഡ് എന്തായിരിക്കും? എന്തായിരിക്കും കസ്റ്റമർ സർവീസ് സെന്റർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കസ്റ്റമറിന് എല്ലാ സർവീസുകളും അല്ലെ, കസ്റ്റമറിന് എന്തൊക്കെയാണ് ആവശ്യം, അങ്ങനെയുള്ള ആവശ്യങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തണം. അങ്ങനെയുള്ള കസ്റ്റമർ സർവീസുകളാണ് അദ്ദേഹത്തിന്റെ, കസ്റ്റമർ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അദ്ദേഹം. കസ്റ്റമേഴ്സിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്തു കൊടുക്കണം? എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. കസ്റ്റമർ പറയുന്നത് അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇയാള് ചെയ്തു കൊടുക്കണം. ഓക്കെ. അപ്പൊ എന്താണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്നും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നുമാണ് അദ്ദേഹത്തെ പറയുന്നത്. ഈ രണ്ട് പേരുകളിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ്?
കസ്റ്റമർ സർവീസ് സെന്റേഡ് എംപ്ലോയി ആണ്. കസ്റ്റമറുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം. കസ്റ്റമർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള എന്താണ്, അതാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി ജോബ് റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, എന്താണ് റെസ്പോൺസിബിലിറ്റി? പഠിച്ചിട്ടുള്ളതാണ് നമ്മള്. ഉത്തരവാദിത്വം അല്ലെ? ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം. അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങള്, ജോബിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ്? ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ് ആർ അവൈലബിൾ ടു അസിസ്റ്റ് patient and families by answering questions, explaining hospital policies, customer service, and helping to resolve issue related to hospital service. എന്തായിരിക്കാം? assist patient and families by answering questions, explaining hospital policies and customer service. അത്രയും ഓർത്ത് വെച്ചാൽ മതി ആ പോയിന്റിൽ. എന്താണ്? പേഷ്യന്റിനെയും ഫാമിലിനെയും സഹായിക്കണം, അസിസ്റ്റ് ചെയ്യണം അല്ലെ? അവര് പറയുന്ന ചോദ്യങ്ങൾക്ക്, അവര് ചോദിക്കുന്ന ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ കൊടുക്കണം. അതുപോലെ ഹോസ്പിറ്റൽ പോളിസീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്തൊക്കെ കസ്റ്റമർ സർവീസ് ആണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ ആ രോഗിക്ക് അതിന്റെ ഫാമിലിക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? പേഷ്യന്റിനെയും ഫാമിലിനെയും സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും സംശയങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കും, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതിനുള്ള ഉത്തരം കൊടുക്കാം. അതുപോലെ ഹോസ്പിറ്റൽ പോളിസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്തൊക്കെ കസ്റ്റമർ സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ആ രോഗിക്കും ഫാമിലിക്കും പറഞ്ഞു കൊടുക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. അറ്റൻഡ് ടു എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ്, കസ്റ്റമേഴ്സ് ഓർ ഫോറിൻ പേഷ്യൻസ് റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ആൻഡ് എവറിത്തിങ് എൽസ്. എന്താണ്? ഫോറിൻ പേഷ്യൻസ് അല്ലെ? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല വരുന്നത്, ഫോറിൻ പേഷ്യന്റും ഹോസ്പിറ്റലിൽ വരാറുണ്ട് അല്ലെ? അപ്പോ അവർക്ക് എന്താണ്? അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണോ? എന്താണ്? ഫോറിൻ പേഷ്യൻസും ഹോസ്പിറ്റലിലോട്ട് വരാറുണ്ട് അല്ലെ? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, ഫോറിൻ കൺട്രീസിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. അപ്പോ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഫെസിലിറ്റീസും അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് രണ്ടാമത്തെ ജോലി, രണ്ടാമത്തെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാല്. ആരുടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാളുടെയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ. ക്ലിയർ ആയല്ലേ? ഇനി മൂന്നാമത്തെ നോക്കാം. ചെക്ക് ഇഫ് ആഡിക്വേറ്റ് വെൽക്കം ഫെസിലിറ്റീസ് are available for everyone whose arrival is on the list. എന്താണ്? ചിലപ്പോ ചില സെലിബ്രിറ്റീസ് വരാറുണ്ട്, VIP ഒക്കെ വരാറുണ്ട് അല്ലെ? അപ്പോ എന്താണ്? ആ ടൈമിൽ ആ ലിസ്റ്റ് നോക്കിയിട്ട് ആരാണോ ആദ്യം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടിട്ട് അവർക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ ആ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കണം. എന്താണ്? ഇപ്പൊ സെലിബ്രിറ്റീസ് വരാറുണ്ട്, VIPs വരാറുണ്ട് അല്ലെ ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ എന്താണ്? ആ ലിസ്റ്റ് നോക്കിയിട്ട് ആരാണോ ആദ്യം വന്നിരിക്കുന്നത്, അപ്പൊ ആരാണോ ആദ്യം വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് ആദ്യം വിളിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് അവരുടെ കാര്യങ്ങള് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കണം. അതാണ് തേർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല്. സെലിബ്രിറ്റീസിന്റെയും VIP-യുടെയും ലിസ്റ്റുകളും കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്ത് നല്ല രീതിയിൽ അവരുടെ എല്ലാ സർവീസുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അറ്റൻഡ് ടു VIPs. VIPs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ വിത്ത് മോർ അറ്റൻഷൻ. ഇപ്പൊ എന്താണ്? VIPs പറഞ്ഞു അല്ലെ? VIP-കളൊക്കെ ഹോസ്പിറ്റലിലോട്ട് വരാറുണ്ട്. അപ്പോ എന്ത് ചെയ്യാം? അയാളുടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്യണം.
ഇപ്പൊ ഡോക്ടർ ഒരു 10 മണിക്ക് വരാന്നുണ്ടെങ്കിൽ അയാളോട് പറയാ ഒരു 10:15 സാറ് എത്തിയിട്ട് ഡോക്ടറെ കണ്ട് പെട്ടെന്ന് പോകാം. അപ്പൊ അങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കണം. അയാൾ ചിലപ്പോ VIP ആയതുകൊണ്ട് എന്താണ് വളരെ തിരക്കുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് അയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കണം. അതാണ് 4th പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മെയിൻറ്റെയിൻ എ പൊളൈറ്റ് ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റി വൈൽ അറ്റൻഡിങ് ടു ഗസ്റ്റ്. എന്താണ് പൊളൈറ്റ് ആൻഡ് ഹംബിൾ എന്ന് പറഞ്ഞാല്? പൊളൈറ്റ് എന്തായിരിക്കാം മീനിങ്? പൊളൈറ്റ് മീൻസ് എന്തായിരിക്കാം പൊളൈറ്റ്? താഴ്മയായിട്ട് അല്ലെ. ഇനി ഹംബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എളിമയോടുകൂടി എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ എന്താണ് അവിടെ വരുന്ന ഗസ്റ്റുകളോട് എന്ത് ചെയ്യണം? ഹംബിൾ ആൻഡ് പൊളൈറ്റ് ആയിട്ട് പെരുമാറണം. എളിമ, ഹംബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളിമ, താഴ്മയായി എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പോ താഴ്മയായിട്ടും എളിമയോടുകൂടിയും വേണം അവിടെ വരുന്ന ഗസ്റ്റുകളോട് പെരുമാറാൻ. അങ്ങനെയുള്ള രീതിയിലായിരിക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ എന്താണ് പൊളൈറ്റ് ആയിട്ടും ഹംബിൾ ആയിട്ടും പെരുമാറണം അവിടെ വരുന്ന ഗസ്റ്റുകളോട്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം. പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ of all the information that can be potentially asked for along with the documents needed. എന്താണ് ഇപ്പോ അവിടെ വരുന്ന പേഷ്യൻസിന് എന്താണ് ട്രീറ്റ്മെന്റിനെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പേഷ്യൻസിന് അവിടെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെയാണ് മെഡിസിൻസ്, എന്തൊക്കെയാണ് തനിക്ക് തരുന്ന ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഇയാള് പറഞ്ഞു കൊടുക്കണം. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയോ? ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് അടിയിൽ വരയ്ക്കുക, അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി എന്താണ്? ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദ ഗസ്റ്റ് മൈറ്റ് നീഡ് ആൻഡ് ഫോർ to avoid a last minute rush. എന്താണ് റഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? റഷ് മീൻസ് എന്തായിരിക്കാം? തിരക്ക് പിടിച്ചിട്ടുള്ള അല്ലെ. ഇപ്പോ ഒരു രോഗി എന്താണ് അലോപ്പതിക് ട്രീറ്റ്മെന്റിന് വരികയാണെങ്കിൽ അയാളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും എന്ത് ചെയ്യണം? അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അല്ലാണ്ട് അയാള് വന്ന് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴേക്കും എന്താണ് അയാളുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് വളരെ തിരക്കിട്ട് ചെയ്യാനിരുന്ന അയാൾക്കും ഒരു പ്രശ്നമാണ്, ചെയ്യുന്ന ആൾക്കും ഒരു പ്രശ്നമാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് 10:30ക്കാണ് ക്ലാസ്. അപ്പോ 9 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ, കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വീട്ടിലെ കഞ്ഞിയും കറിയും എല്ലാം വെച്ച് വരുമ്പോഴത്തേക്കും എന്താണ് 10:30ക്ക് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ നേരത്തെ എഴുന്നേറ്റിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണോ അല്ലെ. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഒരു പേഷ്യന്റ് ഇപ്പോ വരുന്നേക്കാട്ടിയും മുന്നേ അയാളുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് വെക്കണം. അയാൾ വന്നു കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തിരക്കിട്ട് ചെയ്യുന്നതും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് സമയം എടുത്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ചെക്ക് ദ amenities ഫോർ their quality and proper provision to live on ground for complaints. എന്താണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾക്ക് എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് അപ്പോ തന്നെ പരിഹരിച്ചു പോണം. മനസ്സിലായോ? ഹോസ്പിറ്റലില് എന്തെങ്കിലും അവർ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്പോ തന്നെ പരിഹരിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് പരിഹരിച്ച് പോണം. ഇനി എന്താണ്? എൻഷുർ മെയിൻ്റെനൻസ് ഫോർ പ്രോപ്പർ ഇൻഫോർമേഷൻ ഇൻ ദ ഡാറ്റാബേസ് അല്ലെ. പേഷ്യന്റിന്റെ കാര്യങ്ങള്, പേരുവിവരങ്ങള്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിൽ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകണം.
work in close contact with manager and get in touch with him whenever needed. എന്താണ്? ഒരു ക്ലോസ് കോണ്ടാക്ട് വേണം. ആരുമായിട്ടാണ് ക്ലോസ് കോണ്ടാക്ട് വേണ്ടത്? ആരായിട്ടാണ്? ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ. മാനേജർ ആയിട്ട്, പേഷ്യന്റ് അല്ല, മാനേജർ ആയിട്ട് വേണം എന്ത് ക്ലോസ് കോണ്ടാക്ട് വെക്കാൻ. ഇയാള് ഗസ്റ്റ് റിലേഷൻ ഓഫീസറും മാനേജറും തമ്മിൽ ഒരു ക്ലോസ് കോണ്ടാക്ട് വേണം. ഇനി എന്താണ്? ഹാവിംഗ് ത്രൂ നോളജ് ഫോർ ഹോസ്പിറ്റൽ, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഫങ്ഷനിങ്. എന്താണ്? ഇയാൾക്ക് ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? മെഡിക്കൽ വിവരങ്ങൾ ഇയാൾക്ക് അറിയാൻ പറ്റും. അതുപോലെ നോൺ മെഡിക്കൽ എന്തായിരിക്കാം? നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇൻഷുറൻസ്, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് പറ്റും, ക്യാൻറ്റീൻ, അല്ലെ? പിന്നെ എന്താണ്? ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, അപ്പൊ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഒക്കെ നമുക്ക് പറയാം. കറക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത്. ഫ്രണ്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ ശരിയാണ്. ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ് ഏരിയാസ് ഒക്കെ. ഓക്കെ. അപ്പൊ എന്താണ്? നോൺ മെഡിക്കൽ ആയിട്ടുള്ളതും മെഡിക്കൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളെ കുറിച്ചൊക്കെ ഇയാൾക്ക് വിവരം ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൗസ് കീപ്പിംഗ് പറയാം, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഒക്കെ പറയാൻ പറ്റും കേട്ടോ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ക്ലിയർ അല്ലേ? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നും കൂടിയും പറയണോ മിസ്? ഒന്നും കൂടിയും പറയാം. എന്താണ്? ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഇപ്പോ പേഷ്യന്റിനും അയാളുടെ ഫാമിലിക്കും എന്തെങ്കിലും അവിടെ കൊടുക്കുന്ന സർവീസിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആൻസർ പറയണം. പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ പോളിസിയിലൊക്കെ പോളിസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ സർവീസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ എന്താണ്? രണ്ടാമത്തത്, ഇപ്പം ഫോറിൻ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസും കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. പിന്നെ എന്താണ്? മൂന്നാമത്തെ, ഇപ്പോ ലിസ്റ്റ് നോക്കിയിട്ട്, അല്ലെ? ഇപ്പോ VIPs വരും, സെലിബ്രിറ്റീസ് വരും, അല്ലെ? അപ്പൊ ആരാണ് ആദ്യം വന്നിരിക്കുന്നത്? അങ്ങനെയുള്ള ലിസ്റ്റുകൾ നോക്കിയിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു വെക്കണം. പിന്നെ എന്താണ്? VIPs വരികയാണെങ്കിൽ എന്താണ്? വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നാണ് VIP പറയുന്നത്. അപ്പൊ എന്താണ്? അയാൾ വലിയ തിരക്കുള്ള ആൾക്കാരായിരിക്കും VIPs എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ വേഗം ഡോക്ടറെ കണ്ട് പോവാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെന്താണ്? പൊളൈറ്റ് ആയിട്ടും ഹമ്പിൾ ആയിട്ടും രോഗികളോട്, അവിടെ വരുന്ന രോഗികളോട് പെരുമാറാനായിട്ട് നോക്കണം. പിന്നെന്താണ്? ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ, അല്ലെ? ഇപ്പോ എന്താണ്? രോഗികൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റിനെ കുറിച്ചോ മെഡിസിനെ കുറിച്ചോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? എല്ലാ കാര്യങ്ങളും ഇപ്പോ രോഗികൾ വരുമ്പോ എന്താണ്? ആദ്യം മുതൽ അവസാനം വരെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു വെക്കാം. ലാസ്റ്റ് മിനിറ്റ് ആവാൻ നിൽക്കരുത്, വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്. പിന്നെ എന്താണ്? അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പപ്പോ തന്നെ പരിഹരിച്ചു പോണം. പിന്നെ രോഗികളുടെ ഡാറ്റാബേസിലേക്ക് എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം? രോഗികളുടെ ഡാറ്റാബേസിലേക്ക് രോഗികളുടെ വിവരങ്ങളൊക്കെ കയറ്റണം, അല്ലെ? കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എല്ലാ വിവരങ്ങളും കയറ്റണം. പിന്നെ എന്താണ്? മാനേജറും ഗസ്റ്റ് റിലേഷൻ ഓഫീസറും തമ്മിൽ ഒരു ക്ലോസ് കോണ്ടാക്ട് വേണം. പിന്നെ എന്താണ്? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ട് നോളജ് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ മക്കളെ? ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടെ പോയിന്റ്സ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആണ് കേട്ടോ നെക്സ്റ്റ് എടുക്കാൻ പോണത്. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്നും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നുമാണ് പറയുന്നത്. രണ്ട് പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്ററും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നും പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ഇദ്ദേഹം എന്ത് സർവീസ് ആണ് നൽകുന്നത്?
കസ്റ്റമർ സർവീസ് സെന്റേഡ് ആണ്, സെന്റേഡ് എംപ്ലോയി ആണ്. കസ്റ്റമർ സർവീസുകളാണ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ക്ലിയർ ആയോ? റെസ്പോൺസിബിലിറ്റി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. ഓക്കെ, അത് വായിച്ചു നോക്കട്ടാ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സംതൃപ്തി, കസ്റ്റമറുടെ സംതൃപ്തി. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറയണോ? ലാസ്റ്റ് പോയിന്റ് എന്താണ്? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് നോളജ് ഉണ്ടായിരിക്കണം, അറിവുണ്ടാവണം. നോൺ മെഡിക്കൽ അറിയാലോ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അക്കൗണ്ട്സ്, റിസപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ്? ഹൗസ് കീപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കട്ടാ. ഓക്കെയാണോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് എടുക്കാം, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി. 7th ചാപ്റ്റർ ആണ് ട്ടാ. നമ്മുടെ ഔട്ട് പേഷ്യന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 7th ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി. ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് A&E assess and treat people with more trauma. എന്താണ് ട്രോമ എന്ന് പറഞ്ഞാല്? ട്രോമ മേജർ ആക്സിഡന്റ് അല്ലേ? ഓക്കെ, ട്രോമ പരിക്ക്, മുറിവ് എന്നൊക്കെ പറയാം കേട്ടോ. മേജർ ആയിട്ടുള്ള പരിക്ക്, മുറിവ് എന്നൊക്കെ പറയില്ലേ, അതാണ് ട്രോമ. ഇനി എന്താണ്? സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനസ്. നമുക്കറിയാമല്ലോ, സീരിയസ് ആയിട്ടുള്ള മുറിവുകളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒക്കെയാണ് സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനസ് എന്ന് പറഞ്ഞാല്. ആൻഡ് ദോസ് ഇൻ നീഡ് ഓഫ് എമർജൻസി ട്രീറ്റ്മെന്റ് അല്ലെ? ഇങ്ങനെ വരുന്ന മേജർ ആയിട്ടുള്ള മുറിവുകളോ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസും ഇൽനെസ്സും വരുന്ന രോഗികളെയാണ് നമ്മൾ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോ A&E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എമർജൻസി ആൻഡ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എത്തരത്തിലുള്ള പീപ്പിൾസിനെ ആയിരിക്കും? ട്രോമ അല്ലെ? മേജർ മുറിവുകൾ ഉള്ളതോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഇൽനെസ് ഉള്ള പേഷ്യൻസിനെ ആയിരിക്കും അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഓപ്പൺ 24 hours a day. എത്ര മണിക്കൂർ ഓപ്പൺ ചെയ്യും? എത്ര മണിക്കൂറാണ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്? 24 hours എന്ത് ചെയ്യും? ഇത് ഓപ്പൺ ആയിരിക്കും. ഈ ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ആയിരിക്കും. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കും. In emergency, patient with loss of consciousness, confusion, persistent severe chest or abdominal pain, stroke, breathing difficulties are also treated. എന്താണ് പറയുന്നത്? എങ്ങനെയുള്ള എമർജൻസി പേഷ്യൻസ് ആണ് അവിടെ ഉണ്ടായിരിക്കുക? ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോധമില്ലാത്തത് അല്ലെ? ബോധാവസ്ഥയിലുള്ള ആളുകള്. അതുപോലെ കൺഫ്യൂഷൻ എന്തായിരിക്കും? കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാല് കൺഫ്യൂഷൻ അറിയോ? സംശയം. ഓക്കെ, പിന്നെ കുഴഞ്ഞൊക്കെ വീഴില്ലേ? കുഴഞ്ഞു വീഴുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത്.
അങ്ങനെയുള്ളവരാണ് കേട്ടോ. അതൊന്ന് എഴുതി വെച്ചോട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെന്താണ് പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ്, എന്താണ് ഹാർട്ട് അറ്റാക്ക് അല്ലെ, പെട്ടെന്നുള്ള നെഞ്ചുവേദനകളൊക്കെ ഉണ്ടാവുമ്പോ. പിന്നെന്താണ് അബ്ഡോമിനൽ പെയിൻ, വയറിന് നല്ല രീതിയിലുള്ള പെയിൻ വരുമ്പോ. സ്ട്രോക്ക് അറിയാലോ, സ്ട്രോക്ക് അറിയാലോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അറിയാലോ, ശ്വാസം എടുക്കാനുള്ള ഒരു ഡിഫിക്കൽറ്റീസ് ഉണ്ടാകുമ്പോ അങ്ങനെയുള്ള ആളുകളെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നത്. ഓക്കെ ആണോ? ഇറ്റ് ഹാസ് ആൾട്ടർനേറ്റീവ് നെയിംസ്, പലതരത്തിലുള്ള നെയിംസ് ഉണ്ട് ഇതിന് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ക്യാഷ്വാലിറ്റി എന്ന് പറയുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് വൺ എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? എമർജൻസി റൂം എന്ന് പറയുന്നുണ്ട്. അപ്പോ 3 പേരുകളാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ക്യാഷ്വാലിറ്റി. പിന്നെ എന്താണ്? സെക്കൻഡ് വൺ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എമർജൻസി റൂം എന്നും ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഫസ്റ്റ് പോർഷൻ ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? ഇനി പറയണോ മിസ്? ക്ലിയർ. ഓക്കെ. ഇനി എങ്ങനെയായിരിക്കാം ലൊക്കേഷൻസ്? എങ്ങനെയായിരിക്കാം ലൊക്കേഷൻസ്? ഒന്ന് വായിച്ചു നോക്കിയേ. ആരെങ്കിലും ഒരാൾ പറയോ? എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കട്ടാ. 2 മിനിറ്റ് തരാം മിസ്, നിങ്ങൾക്ക് വായിച്ച് പറയാൻ പറ്റും. വായിച്ചു നോക്കട്ടാ. 2 മിനിറ്റ് കഴിയുമ്പോ മിസ് പറയണ ആള് പറയണം. ഓക്കെ. വായിച്ചോ? വായിച്ചു. ക്ലിയർ ആയോ? ഓക്കെ. ആർക്ക് പറയാം ക്ലിയർ ആയിട്ട്? എല്ലാവർക്കും മനസ്സിലാവണം. ആർക്ക് പറയാം? ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേറ്റഡ് ആയിരിക്കും ഇത്. പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാനും ഒക്കെ മെയിൻ എൻട്രൻസിൽ നിന്ന്, ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഇതിനുണ്ടാവണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണം. എങ്കിൽ പെട്ടെന്ന് നമുക്ക് ആംബുലൻസ് പിന്നെ പാർക്ക് ചെയ്യുന്ന ഏരിയ അവൈലബിൾ ആയിരിക്കണം. ഇതിന്റെ എൻട്രൻസിന്റെ ഫ്രണ്ടില് അല്ല, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസിൽ ആംബുലൻസ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവൈലബിൾ ആയിരിക്കണം. പിന്നെ പെട്ടെന്ന് നമുക്ക് ഇത് കാണാൻ പറ്റണം. അപ്പൊ നല്ല റെഡ് കളറിലൊക്കെ ആയിരിക്കും അവിടെ ചിലപ്പോ ലൈറ്റ്സ് കൊടുത്തിരിക്കുക, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക. അപ്പൊ നന്നായിട്ട് മാർക്ക് ചെയ്തിരിക്കണം, നല്ല സൈൻസ് ഉണ്ടാവണം, എല്ലാവരും പെട്ടെന്ന് വിസിബിൾ ആയിരിക്കണം. പിന്നെ വഴിയിൽ നിന്ന് കയറി വരുമ്പോൾ വഴി നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈസിലി വിസിബിൾ ആയിട്ട് ആക്സസബിൾ ആയിട്ട് ആയിരിക്കണം കൊടുത്തിരിക്കേണ്ടത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് റൈറ്റിംഗ് ഉണ്ടാവേണ്ടത്. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഡിപ്പാർട്ട്മെന്റിലും എലിവേറ്റേഴ്സ്, റേഡിയോളജി, ലബോറട്ടറി ഇതിന്റെയൊക്കെ അടുത്തായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ ഉണ്ടാകുന്ന കോസ്റ്റ് പിന്നെ ക്രിട്ടിക്കൽ ടൈമും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആയോ എല്ലാവർക്കും? നന്നായിട്ട് പറഞ്ഞില്ലേ ഗംഗ? ഓക്കെ. ഓക്കെ. ഇപ്പൊ ഒന്നുകൂടി മിസ് പറയാം. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കണം. അത്രയും പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ആംബുലൻസിന് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം. വെൽ മാർക്ക്ഡ് ആയിരിക്കണം. എന്താണ്? പ്രോപ്പർ ലൈറ്റിനിങ് വേണം. പിന്നെ സൈൻ ബോർഡുകളൊക്കെ വേണം. പിന്നെ എന്താണ്? ഈസിലി വിസിബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കാണാൻ പറ്റണോ അല്ലെ, പെട്ടെന്ന് കാണാൻ പറ്റണം, ആക്സസബിൾ ആയിരിക്കണം. പിന്നെന്താണ്?
മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ഈ പിന്നെന്താണ് റേഡിയോളജി ലബോറട്ടറി, പിന്നെന്താണ് ഇലവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലിഫ്റ്റ് എന്ന് പറയില്ലേ നമ്മള്, അതിനെയാണ് ഇലവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ലിഫ്റ്റിന്റെ അടുത്തായിരിക്കണം, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്നൊക്കെ MRI ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന്റെ അടുത്ത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തൊക്കെ ആയിരിക്കണം എന്തെന്ന് പറയണത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരിക്കണം, സെപ്പറേറ്റ് എൻട്രൻസ് വേണം, ആംബുലൻസിന് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയ വേണം, പ്രോപ്പർ ആയിട്ട് ലൈറ്റിംഗ് ചെയ്യാം, സൈൻ ബോർഡുകളൊക്കെ ഉണ്ടായിരിക്കണം, ഈസിലി വിസിബിൾ ആയിരിക്കണം. പിന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ലിഫ്റ്റുകള്, റേഡിയോളജി ലബോറട്ടറി ഇതിന്റെയൊക്കെ അടുത്തായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താണ് ഡിസൈൻ? ഡിസൈൻ എന്തായിരിക്കാം അറിയാൻ പറ്റുമോ? വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ഫസ്റ്റ് നമുക്ക് നോക്കാം. എൻട്രൻസ് ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഷെൽറ്റേർഡ് ടു പ്രൊട്ടക്ട് ആംബുലൻസ് പേഷ്യന്റ് ഫ്രം ദ വെദർ വൈൽ അൺലോഡിങ്. അൺലോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അൺലോഡിങ് എന്തായിരിക്കും? ഇറക്കുന്ന സമയത്തല്ലേ? നമ്മള് ആംബുലൻസിലായിരിക്കും അല്ലെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പോ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം? ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഷെൽട്ടർ ചെയ്തിരിക്കണം, സംരക്ഷണം. ഇപ്പോ ചിലപ്പോ മഴയുണ്ടാവാം, ചിലപ്പോ വെയിലുണ്ടാവാം, ചിലപ്പോ മഞ്ഞുകാലമായിരിക്കാം. അപ്പൊ എന്താണ് രോഗികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലായിരിക്കണം അതിന്റെ ഷെൽട്ടർ ചെയ്തിരിക്കുന്നത്. ഷെൽട്ടർ ഓക്കെ. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സംരക്ഷണം നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വേണമെന്നാണ് പറയുന്നത്. രോഗികളെ എന്താണ് ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന സമയത്ത്, അൺലോഡിങ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ വെയിലുണ്ടാവാം, ചിലപ്പോ മഴക്കാലമായിരിക്കാം, ചിലപ്പോ എന്താണ് മഞ്ഞുകാലമായിരിക്കാം. അപ്പൊ മഞ്ഞും വെയിലൊക്കെ കൊണ്ടുവരണമെങ്കിൽ ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തൊക്കെ എന്ത് ചെയ്തിരിക്കണം? അവര് പ്രോപ്പർ ആയിട്ട് ഷെൽട്ടർ ചെയ്തിരിക്കണം, സംരക്ഷണം ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെന്താണ് ആഡിക്വേറ്റ് റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കെയർ ഓഫ് പേഷ്യന്റ്, കാർസ് ഓഫ് പേഷ്യന്റ്. എന്താണ് ചിലപ്പോ ചില രോഗികളെ എന്തിൽ കൊണ്ടുവരാം? ആംബുലൻസിൽ കൊണ്ടുവരാം. അതുപോലെ എന്താണ് കാറൊക്കെ ഉണ്ടെങ്കിൽ കാറിലൊക്കെ കൊണ്ടുവരാം. അപ്പോ ആംബുലൻസിനായാലും കാറിനൊക്കെ ആയാലും എന്താണ് പാർക്കിംഗ് സ്പേസ് വേണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ആഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. എന്താണ് പോയിന്റ്? മനസ്സിലായില്ലേ? അത് സ്ട്രക്ചറിനൊക്കെയാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മള് സ്ട്രക്ചറിൽ കിടത്തിയിട്ടൊക്കെ ആയിരിക്കും ആക്സിഡന്റ് കേസിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത്. അപ്പോ സ്ട്രക്ചറിൽ കൊണ്ടുപോകാനായിട്ടുള്ള സ്പേസ് വേണം, സ്ട്രക്ചറിന് പോകാനായിട്ടുള്ള സ്പേസ് അവിടെ വേണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. റാംസ് ഫോർ വീൽ ചെയേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. എന്താണ് വീൽ ചെയേഴ്സിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. പെഡസ്ട്രിയൻ എന്താണ്? പെഡസ്ട്രിയൻ എന്തായിരിക്കും?
പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നടന്നു പോകുമോ അല്ലെ, കാൽനടന്നൊക്കെ പറയില്ലേ നമ്മൾ, നടന്നു പോകുന്ന ആൾക്കാരും ഉണ്ടാവാം, സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവാം, പിന്നെ എന്താണ് വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കുള്ള സാഹചര്യം അവിടെ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമും അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ആൾക്കാരും അയാളും എന്താണ് വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഒരു നടപ്പാത വേണം. പിന്നെ എന്താണ് നടന്നു പോകുന്ന പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു പോകാനായിട്ടുള്ള അങ്ങനെയുള്ള രോഗികളും വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് പോകാനായിട്ടും എന്തുണ്ടായിരിക്കണം, അങ്ങനെയുള്ള റേസ്ഡ് പ്ലാറ്റ്ഫോം വേണമെന്നാണ് പറയുന്നത്. നടപ്പാത വേണം. റാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, പാത എന്നാണ് കേട്ടോ. പാത വേണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഡിസൈൻ അല്ലെ. ഇനി നമ്മൾ പഠിച്ചത് ഇപ്പോ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡിസൈനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്, രോഗികളെ അൺലോഡ് ചെയ്യുമ്പോൾ, ആംബുലൻസ് വഴി രോഗികളെ അൺലോഡ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഷെൽട്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം, സംരക്ഷണം വേണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ആംബുലൻസിനായാലും കാറിനായാലും എന്താണ് പാർക്കിംഗ് സ്പേസ് വേണം, പാർക്കിംഗ് ഏരിയ വേണം. പിന്നെ എന്താണ്, സ്ട്രക്ചറിന് പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. നടന്നു പോകുന്നവരുണ്ടാവാം, അതുപോലെ വീൽ ചെയറിലും സ്ട്രക്ചറിലും ഒക്കെ പോകുന്നവരുണ്ടാവാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പാത റാംസുകളും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഡിസൈൻ 4 പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താണ്, വായിച്ചു നോക്കിയേ. അടുത്തത് എടുക്കണേ മുമ്പ് ഒന്ന് വായിച്ചു നോക്കട്ടാ ഡിസൈൻ. ഓക്കെയാണോ? ഓക്കെയാണോ മക്കളെ? ക്ലിയർ ആണോ? ഡിസൈൻ ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. എന്താണ് മേജർ സ്പേസ് ഡിറ്റർമിൻസ് ഫോർ പ്ലാനിങ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഫങ്ഷണൽ ഏരിയാസ്, പ്രവർത്തന മേഖല. ഫങ്ഷണൽ ഏരിയാസില് പ്രവർത്തന മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. എന്താണ്, ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. ആംബുലൻസിന് എൻട്രൻസ് വേണം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്താണ്, റിസപ്ഷൻ ഓർ ട്രിയേജ് ആൻഡ് വെയിറ്റിംഗ് ഏരിയാസ് അല്ലെ, റിസപ്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ട്രിയേജിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്തതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ നല്ല രീതിയിൽ പറഞ്ഞു തരാം മിസ്. പിന്നെ എന്താണ്, വെയിറ്റിംഗ് ഏരിയാസ് വേണം, റിസപ്ഷൻ വേണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് വേണം. അറിയാലോ നിങ്ങൾക്ക്, ഓഫീസിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിലാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വേണം. പിന്നെന്താണ്, റെസിസ്റ്റേഷൻ. അതെന്തായിരിക്കും? റെസിസ്റ്റേഷൻ ഏരിയ എന്തായിരിക്കും അത്? അറിയോ ആർക്കെങ്കിലും? റെസിസ്റ്റേഷൻ ഏരിയ. പുനരുജ്ജീവനം എന്നാണ് ഇപ്പൊ പറയുന്നത്. പുനരുജ്ജീവനം. ട്രയേജ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, അടുത്ത പോർഷനിൽ പഠിക്കാനുള്ളതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു തരാം. പുനരുജ്ജീവനം കേട്ടോ. റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാല് പുനരുജ്ജീവനം. പുനരുജ്ജീവനം. ഇപ്പൊ ഒരു രോഗി എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഏരിയയാണ് ഈ പുനരുജ്ജീവന ഏരിയ അല്ലെങ്കിൽ റെസിസ്റ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല്. ഓക്കെ, എന്താണ്, ഇപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ രോഗിയെ എന്ത് ചെയ്യുന്നു, ആ ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സിംഗ് ടീമുകൾ ഉണ്ടാവും, അതുപോലെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഏരിയനാണ് റെസിസ്റ്റേഷൻ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ഒന്നുകൂടെയും പറയാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരോഗ്യ ഷിഫ്റ്റ് ചെയ്യുമല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ആ രോഗിയെ കൊണ്ടുപോകുന്നത് ഈ ഏരിയയിലോട്ട് ആയിരിക്കും. ഈ ഏരിയയിൽ ആരൊക്കെ ഉണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സിംഗ് ടീമുകൾ ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും, അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഒരു രോഗിക്ക് എന്താണ് എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം. എന്താണ്, ഒരു ഓഫീസിൽ ഒരാള് കുഴഞ്ഞു വീണ്, അപ്പൊ അയാളുടെ കൊളീഗ്സിനൊക്കെ എന്താണ് എന്ത് പറ്റി, ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, കൊളീഗ്സ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് കൊണ്ടുവന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഏരിയയിലോട്ട് മാറ്റി ഡോക്ടർ വന്ന് ചികിത്സിച്ച് നോക്കിയപ്പോൾ എന്താണ്, കുഴഞ്ഞു വീണത് എന്താണ്, സ്ട്രോക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ സ്ട്രോക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അയാളെ ഏത് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, MRI എടുക്കാനായിട്ട്. സ്ട്രോക്ക് ആണോ, ഇയാൾ കുഴഞ്ഞു വീഴുന്നതിന്റെ കാരണം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് MRI എടുക്കാനായിട്ട് മാറ്റുന്നു. അതാണ് ഈ ഏരിയയിൽ പറയുന്നത്. മനസ്സിലായോ? സ്ട്രോക്ക് വന്ന ഒരാളെ എമർജൻസി ആൻഡ് ഇതിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ വന്ന് നോക്കിയപ്പോ എന്ത് ചെയ്തു, സ്ട്രോക്ക് ആണോ, ഇയാള് കുഴഞ്ഞു വീഴുന്നതിന്റെ കാരണം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, MRI എടുക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അല്ലെ, ഈ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റിന് ഈ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഈ ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. മനസ്സിലായോ? റെസസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? ഓക്കെ, അവിടെ ആരൊക്കെ ഉണ്ടാവും? ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാളെ ഇപ്പൊ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഏരിയയിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സിംഗ് ടീമുകൾ ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും, അവർക്ക് വേണ്ടി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഏരിയയിൽ. ഇനി അക്യൂട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഓഫ് നോൺ ആംബുലൻസ് പേഷ്യന്റ്. അതെന്തായിരിക്കും? നോൺ ആംബുലന്റ് പേഷ്യന്റ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്തായിരിക്കാം? ബ്രാക്കറ്റിൽ നോക്കിയേ, നോൺ ആംബുലന്റ് പേഷ്യന്റ് അതെന്തായിരിക്കാം? എന്ത് പേഷ്യന്റുകളായിരിക്കാം? ആംബുലൻസിൽ അല്ലാതെ വരുന്ന പേഷ്യന്റ് അല്ലെ, ചിലപ്പോൾ നടന്നു പോണ പേഷ്യൻസുകളൊക്കെ ഉണ്ടാവാം അല്ലെ. അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇപ്പൊ എന്താണ്, ആംബുലൻസിൽ അല്ലാതെ ഇപ്പൊ നടന്ന് പോണ രോഗികളൊക്കെ ഉണ്ടാവൂലേ, എമർജൻസി ആയിട്ട് കൊണ്ടുവരുള്ളൂ, നടക്കാൻ പറ്റുന്ന രോഗികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഏരിയ ആണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇനി എന്താണ് കൺസൾട്ടേഷൻ ഏരിയ? എന്താ അറിയാലോ നമുക്ക്. കൺസൾട്ടേഷൻ ഏരിയ എന്തായിരിക്കാം? കൺസൾട്ടേഷൻ ഏരിയ ഡോക്ടേഴ്സിന്റെ റൂം അല്ലെ. ഇവിടെ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ്, സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ ഉണ്ടായിരിക്കുന്നത്. എന്താണ്, രോഗികളൊക്കെ പെട്ടെന്ന് എന്താണ് എമർജൻസി കെയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ആ ഏരിയാസിൽ ഉണ്ടാവുന്നത്. അവരെന്താണ്, എമർജൻസി മെഡിസിനിൽ MD എടുത്തിട്ടുള്ളവരായിരിക്കും. അപ്പൊ എന്താണ്, എമർജൻസി മെഡിസിനില് MD എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അതാണ് കൺസൾട്ടേഷൻ ഏരിയയിൽ വരുന്നത്. പിന്നെ എന്താണ്, സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. അതെന്തായിരിക്കാം? സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെ, സ്റ്റാഫിന്റെ റൂമുകൾ അല്ലെ, സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ആ റൂമുകളെയൊക്കെയാണ് നമ്മൾ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രയും ഫങ്ഷണൽ ഏരിയാസ് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, ഫങ്ഷണൽ ഏരിയാസ് ആണ്. ആംബുലൻസിന്റെ എൻട്രൻസ് ഉണ്ടായിരിക്കണം, റിസപ്ഷൻ ആൻഡ് വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കണം, ട്രേജ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, നെക്സ്റ്റ് പോർഷനിൽ പറയാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ്, റിസപ്ഷൻ ഏരിയ അതിന്റെ വെയിറ്റിംഗ് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിലാണ് നടത്തുന്നത്. പിന്നെ എന്താണ്, റെസസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ഏരിയയിലേക്ക് ആയിരിക്കും കൊണ്ടുപോകുന്നത്. അവിടെ ആരൊക്കെ ഉണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും, നേഴ്സിംഗ് ടീമുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടി എക്യുപ്മെന്റ്സ് ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞില്ലേ സ്ട്രോക്കിന്റെ കാര്യം, സ്ട്രോക്ക് വന്നു അയാള്, അപ്പോ സ്ട്രോക്ക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? MRIക്ക് സജസ്റ്റ് ചെയ്യുന്നു അല്ലെ ഡോക്ടർ. അപ്പൊ അതാണ് ഒരു ഉദാഹരണമായിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ എന്താണ്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ അല്ലെ. ഇപ്പൊ എന്താണ്? കിടത്തി ചികിത്സിക്കാത്ത ആളുകളെ, കിടന്ന് പോകാത്ത എന്താണ് പറയാ, നടക്കാനുള്ള ആളുകളെ, നോൺ ആംബുലൻസ് പേഷ്യന്റ് അല്ലെ, നടന്നു പോകുന്ന പേഷ്യന്റുകളെയാണ് നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യുന്നത്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയില് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. പിന്നെന്താണ്? കൺസൾട്ടേഷൻ ഏരിയ, ഡോക്ടേഴ്സിന്റെ റൂമിനെയാണ് കൺസൾട്ടേഷൻ ഏരിയ ആയിട്ട് പറയുന്നത്. അവിടെ സ്കിൽഡ് ആയിട്ടുള്ളതും പിന്നെ എന്താണ് എമർജൻസി മെഡിസിനിൽ MD എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ, സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഏരിയാസിനെയാണ് നമ്മൾ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഫങ്ഷണൽ ഏരിയാസ് വരുന്നത്. ഇനി അതർ ഏരിയാസ് അടുത്ത ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. ക്ലിയർ ആണോ? ഇത്രയും പോർഷൻസ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത്രയും വരുമ്പോ പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ മക്കളെ, മോക്ക് ടെക്സ്റ്റ് ഒക്കെ എല്ലാവരും എഴുതണേ. ഓക്കെ, താങ്ക് യു.